ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹെസസ് ലോ. ഹെസസ് ലോ എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടത്തിയാലും ഒന്നിലധികം സ്റ്റെപ്പിൽ നടത്തിയാലും അവിടുത്തെ ടോട്ടൽ എൻതാൽപ്പി സെയിം ആയിരിക്കും. ഇപ്പോൾ എ ഡി ആവുക എന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഞാൻ ഡെൽറ്റ ആർ എച്ച് എന്ന് കൊടുത്തു. എ ബി ആകുന്നതിന് ഞാൻ ഡെൽറ്റ 1H എന്ന് കൊടുത്തു. ഇത് ഡെൽറ്റ 2H ആണ്, ഇത് ഡെൽറ്റ 3H ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഡെൽറ്റ ആർ എച്ച് ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ 1H പ്ലസ് ഡെൽറ്റ 2H പ്ലസ് ഡെൽറ്റ 3H. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടത്തിയാലും പല സ്റ്റെപ്പിൽ നടത്തിയാലും ടോട്ടൽ എൻതാൽപ്പി സെയിം ആയിരിക്കും. ഇനി എൻതാൽപ്പിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റാണ്, ശ്രദ്ധിക്കുക. 6P ആവുക എന്ന റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് പ്ലസ് എക്സ് ആണെങ്കിൽ, 6P ആവുക എന്നതിൻ്റെ ഡെൽറ്റ എച്ച് പ്ലസ് എക്സ് ആണെങ്കിൽ PR ആവുക എന്ന റിയാക്ഷൻ നേരെ റിവേഴ്സാണ്, ഡെൽറ്റ എച്ച് മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി അറിയാമെങ്കിൽ റിയാക്ഷൻ നേരെ തിരിച്ചിടുമ്പോൾ അതിൻ്റെ സൈന് മാറ്റിയാൽ മതി. അടുത്ത പോയിന്റ്, NR ബിക്കം NP. ഫസ്റ്റ് റിയാക്ഷന് ഞാൻ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് NR ബിക്കം NP കിട്ടുന്നത്. ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലസ് NX ആയിരിക്കും. അപ്പോൾ ഒരു റിയാക്ഷനെ ഏതെങ്കിലും വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്വാഭാവികമായിട്ടും എൻതാൽപ്പിയും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു റിയാക്ഷൻ തിരിച്ചിടുമ്പോൾ അതിൻ്റെ സൈന് മാറ്റിയാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻ്റ് റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പിയെ കുറിച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. കമ്പഷൻ നമുക്കറിയാം, ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ കമ്പഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എനർജി വിട്ടുകൊടുക്കും. എല്ലാ കമ്പഷനും എക്സോതെർമിക്കാണ്. അതുകൊണ്ട് തന്നെ കമ്പഷൻ്റെ എൻതാൽപ്പി നെഗറ്റീവാണ് കിട്ടുക. ഈ കമ്പഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് 1 മോൾ സബ്സ്റ്റൻസ് കമ്പഷൻ നടക്കുമ്പോൾ വരുന്ന എൻതാൽപ്പി ചേഞ്ചാണ്. 1 മോൾ സബ്സ്റ്റൻസ് കമ്പഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ C4H10 ആണ് ഗ്യാസ്. ഇത് ഓക്സിജനോട് റിയാക്ട് ചെയ്തിട്ട് CO2 ഗ്യാസ് കിട്ടും, H2O ലിക്വിഡ് കിട്ടും. നമ്മൾ ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോൾ 4 കാർബണിലുണ്ട്, ഇവിടെ 4 കൊടുക്കും. 10 ഹൈഡ്രജനിലുണ്ട്, ഇവിടെ 5 കൊടുക്കും. ഇപ്പോൾ ഇവിടെ 4 × 2 8 + 5 13 ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും വേണം 13 ഓക്സിജൻ. അതിന് ഞാൻ 13/2 എന്ന് കൊടുക്കും. ഒരിക്കലും ഇവിടെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം കമ്പഷൻ നടക്കുന്ന സ്പീഷീസ് 1 മോൾ ആണെങ്കിൽ മാത്രമേ അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആവുള്ളൂ. ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് കമ്പഷൻ എൻതാൽപ്പി. അപ്പോൾ കമ്പഷൻ എൻതാൽപ്പി റിയാക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് ബാലൻസിങ് നടത്തുമ്പോൾ കമ്പഷൻ നടക്കുന്ന ആൾ 1 മോൾ ആവണം. ഇനി ശ്രദ്ധിക്കുക, R ബിക്കംസ് P എന്നത് ഏതോ ഒരു റിയാക്ഷനാണ്. അത് എന്ത് റിയാക്ഷൻ ആവാം. ഈ റിയാക്ഷനിലുള്ള റിയാക്റ്റൻസിൻ്റെ കമ്പഷൻ എൻതാൽപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ കമ്പഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ഈ 2 കമ്പഷൻ എൻതാൽപ്പിയും അറിഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കാണാൻ പറ്റും. ഈക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. കമ്പഷൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് കമ്പഷൻ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കാണാൻ അതിലുള്ള സ്പീഷീസിൻ്റെ കമ്പഷൻ എൻതാൽപ്പി യൂസ് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? കമ്പഷൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് കമ്പഷൻ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. അടുത്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഫോർമേഷനുമായി ബന്ധപ്പെട്ട എൻതാൽപ്പി ചേഞ്ച് ആണ്. ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് 1 മോൾ സബ്സ്റ്റൻസ്. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് ഇൻ റഫറൻസ് സ്റ്റേറ്റ്. 1 മോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്താൽ മാത്രം പോരാ, അത് എലമെൻസിൽ നിന്ന് ഫോം ചെയ്യണം. റഫറൻസ് സ്റ്റേറ്റിലെ എലമെൻറ്റ്. ഈ റഫറൻസ് സ്റ്റേറ്റിലെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ H2 ഗ്യാസ്, O2 ഗ്യാസ്, O3 ഒരു എലമെൻ്റ് ആണെങ്കിലും അത് റഫറൻസ് സ്റ്റേറ്റ് അല്ല. N2 ഗ്യാസ്, F2 ഗ്യാസ്, Cl2 ഗ്യാസ്. നോക്കൂ, Br2 ലിക്വിഡ്, ബ്രോമിൻ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. I2 സോളിഡ്. ഇവിടെ എത്തുമ്പോൾ കാർബൺ സോളിഡ് ആയിരിക്കണം, ഗ്രാഫൈറ്റ് ആയിരിക്കണം.
കാർബണിൻ്റെ ഡയമണ്ട് എന്ന അലോട്രോപ്പ് ഉണ്ട്, പക്ഷെ ഗ്രാഫൈറ്റ് ആണ് അതിൻ്റെ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ സ്റ്റേറ്റ്. സൾഫർ സോളിഡ് സ്റ്റേറ്റ് ആവണം, റോംബിക് ആവണം. ഇങ്ങനെ റെഫറൻസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റിൽ നിന്ന് 1 മോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യണം. അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. നമുക്കിനി എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഞാനവിടെ 2 റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ റിയാക്ഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 മോൾ സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് 1 മോൾ ആവണം. അത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ റിയാക്ഷൻ ബാലൻസ് ചെയ്യേണ്ടത്. അത് 1 മോൾ ആയിരിക്കണം, അത് കിട്ടുന്ന രീതിയിലാണ് റിയാക്ഷൻ ബാലൻസ് ചെയ്യേണ്ടത്. സോ 1 മോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യണം ഫ്രം ഇറ്റ്സ് എലമെന്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റ്. ഇനി ഞാൻ ഒരു 1-2 റിയാക്ഷൻസ് ഇവിടെ നോട്ട് ചെയ്യാം. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ബിക്കം CaCO3. ഈ റിയാക്ഷനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം ഇത് രണ്ടും എലമെന്റ്സ് അല്ല. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. കാർബൺ സോളിഡ് ഡയമണ്ട് പ്ലസ് O2 ഗ്യാസ് ബിക്കം CO2 ഗ്യാസ്. ഇതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വിളിക്കാൻ കഴിയില്ല, കാരണം ഡയമണ്ട് റെഫറൻസ് സ്റ്റേറ്റ് അല്ല. H2 ഗ്യാസ് പ്ലസ് Br2 ലിക്വിഡ് ബിക്കം 2HBr ഗ്യാസ്. ഇതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം ഇവിടെ 2 മോൾ ഫോം ചെയ്തിട്ടുണ്ട്. 1 മോൾ ഫോം ചെയ്യണം ഫ്രം ഇറ്റ്സ് എലമെന്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ R ബിക്കംസ് P എന്ന ഏതോ ഒരു റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഓരോ സ്പീഷീസിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് തരും. ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കാണാൻ പറ്റും. എങ്ങനെ കാണും? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ കമ്പഷൻ എൻതാൽപ്പി പറഞ്ഞ പോലെ, പക്ഷെ കമ്പഷൻ എൻതാൽപ്പി ആകുമ്പോൾ റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ്, ഇവിടെ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതിൻ്റെ റെഫറൻസ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റെഫറൻസ് സ്റ്റേറ്റ്. ഈ റെഫറൻസ് സ്റ്റേറ്റിലുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് 0. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റെഫറൻസ് സ്റ്റേറ്റ് 0 ആണ്. വൺ മോർ പോയിന്റ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H+ aqueous is 0. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H+ aqueous is 0. ഈ 2 പോയിന്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. എലമെന്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, H+ എന്നല്ല ഞാൻ പറഞ്ഞത്, H+ aqueous. H+ aqueousന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. ഈ പേര് സൂചിപ്പിക്കണ പോലെ അത് ആറ്റംസ് ഫോം ചെയ്യുകയാണ്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസ് ഫോം ചെയ്യണം, പക്ഷേ ആ ആറ്റംസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവണം. ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആണ് ഫോം ചെയ്യേണ്ടത്. എവിടുന്ന്? ഫ്രം 1 മോൾ സബ്സ്റ്റൻസ്. ആ 1 മോൾ സബ്സ്റ്റൻസ് ഗ്യാസ് ആവണമെന്നില്ല, കിട്ടുന്ന ആറ്റംസ് ഗ്യാസ് ആവണം. കിട്ടുന്ന ആറ്റംസ് 1 മോൾ ആവണമെന്നില്ല, പക്ഷെ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവണം. നമുക്ക് എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. 1 മോൾ സബ്സ്റ്റൻസിൽ നിന്ന് ആറ്റംസിൻ ഗ്യാസ് കിട്ടി. 1 മോൾ സബ്സ്റ്റൻസിൽ നിന്ന് ആറ്റംസിൻ ഗ്യാസ് കിട്ടി. ഇത് ഗ്യാസ് അല്ല, ഇത് ഗ്യാസ് ആവണം നിർബന്ധമില്ല. 1 മോൾ സബ്സ്റ്റൻസിൽ നിന്ന് ആറ്റംസിൻ ഗ്യാസ് കിട്ടി. ഇത് സോളിഡ് ആണ്, നോ പ്രോബ്ലം. ഈ 2 എക്സാമ്പിൾ നോക്കൂ. 1 മോൾ സബ്സ്റ്റൻസിൽ നിന്ന് അയോൺസിൻ ഗ്യാസ് ആണ് കിട്ടിയത്. അത് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ അല്ല. ഇവിടെ 2 മോൾ സബ്സ്റ്റൻസിൽ നിന്നാണ് ആറ്റംസ് കിട്ടിയത്. അത് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ അല്ല. ഇത്രയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 1 മോൾ സബ്സ്റ്റൻസ്, അത് ഏത് സ്റ്റേറ്റും ആവാം, അതിൽ നിന്ന് ആറ്റംസ് കിട്ടണം. അത് 1 മോൾ ആവണമെന്നില്ല, ബട്ട് ദാറ്റ് ആറ്റംസ് ഷുഡ് ബി ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. നമുക്ക് പഠിക്കാനുള്ളതാണ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പിയെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും.
അത് ബോണ്ട് ബ്രേക്ക് ചെയ്യലുമായി ബന്ധപ്പെട്ട എന്താൽപ്പിയാണ്. പക്ഷേ ഡെഫിനിഷൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റുകൾ, ഇറ്റ് ഈസ് എന്താൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ ക്ലീവേജ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ്. 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൽ നിന്ന് 2 ആറ്റങ്ങൾക്കിടയിൽ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജിയാണ് ബോണ്ട് എന്താൽപ്പി. ഈ ബോണ്ട് എന്താൽപ്പി ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി ആകുമ്പോൾ അത് എൻഡോതെർമിക് ആയതുകൊണ്ട് പോസിറ്റീവാണ്. എന്നാൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അത് എക്സോതെർമിക് ആയതുകൊണ്ട് നെഗറ്റീവാണ്. പൊതുവെ ബോണ്ട് എന്താൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോണ്ട് ക്ലീവേജ് എന്താൽപ്പിയാണ്. അപ്പോൾ സിംപ്ലി നിങ്ങളുടെ ബോണ്ട് എന്താൽപ്പി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് ബോണ്ട് ക്ലീവേജ് എന്താൽപ്പി തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ പോസിറ്റീവ് ആൻസർ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. H2 ഗ്യാസ് ബിക്കം 2H ഗ്യാസ്. H2 ഗ്യാസ് എന്ന് പറയുമ്പോൾ അവിടെ എച്ചും എച്ചും തമ്മിലാണ് ബോണ്ട് ഉള്ളത്. ആ എച്ചിനും എച്ചിനും ഇടയ്ക്കുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് 2H കിട്ടുക. അപ്പോൾ ആക്ച്വലി ഇത് ബോണ്ട് എന്താൽപ്പിയാണ്. ആർക്കൊക്കെ ഇടയിലുള്ള ബോണ്ട് എന്താൽപ്പി? ഹൈഡ്രജൻക്കും ഇടയിലുള്ള ബോണ്ട് എന്താൽപ്പി. ഞാൻ ഓൾമോസ്റ്റ് ഇതിന് വാല്യൂ ഇവിടെ ചെയ്തിട്ടുണ്ട്, 435 കിലോ ജൂൾ പെർ മോളാണ്. ഇനി നമ്മൾ CH4 കടക്കുമ്പോൾ അവിടെ കാർബൺ ബോണ്ടഡ് വിത്ത് 4 ഹൈഡ്രജൻ. നമുക്കറിയാം ബോണ്ട് എന്താൽപ്പി എന്ന് പറയുമ്പോൾ 2 ആറ്റങ്ങൾക്കിടയിൽ ബോണ്ട് പൊട്ടിക്കാൾ എനർജിയാണ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. പക്ഷേ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ 4 ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാനുള്ള മൊത്തം എന്താൽപ്പി ബോണ്ട് എന്താൽപ്പി അല്ല. കാർബണിനും എച്ചിനടക്കുള്ള ബോണ്ട് എന്താൽപ്പി കാണുമെങ്കിൽ ആ റിയാക്ഷൻ മൊത്തം നടക്കാനുള്ള എന്താൽപ്പിയെ ബൈ 4 ചെയ്യണം. കാരണം 4 ബോണ്ടും കൂടി പൊട്ടുമ്പോഴാണ് റിയാക്ഷൻ നടക്കുക. ദ ആൻസർ ഈസ് 415 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ ഇവിടെ ബോണ്ട് എന്താൽപ്പി കണ്ടത് മൊത്തം ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ CH4 പോലെയുള്ള പോളി അറ്റോമിക് മോളിക്യൂൾ ഡൈ അറ്റോമിക് മോളിക്യൂൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ബോണ്ട് എന്താൽപ്പി കിട്ടും. പോളി അറ്റോമിക് മോളിക്യൂളിൽ ബോണ്ട് എന്താൽപ്പിയെ വിളിക്കുന്ന പേരാണ് മീൻ ബോണ്ട് എന്താൽപ്പി. പോളി അറ്റോമിക് മോളിക്യൂളിലെ ബോണ്ട് എന്താൽപ്പിയെ വിളിക്കുന്ന പേരാണ് മീൻ ബോണ്ട് എന്താൽപ്പി. കാരണം മൊത്തം ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി കണ്ടിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോണ്ട് ചെയ്താലേ ബോണ്ട് എന്താൽപ്പി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു റിയാക്ഷൻ്റെ എന്താൽപ്പി ചേഞ്ച് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ നിങ്ങൾക്ക് ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് തരും, ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റും തരും. എന്നിട്ട് ഈ റിയാക്ഷൻ്റെ എന്താൽപ്പി ചേഞ്ച് കാണണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. പക്ഷെ ശ്രദ്ധിക്കണം, ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ ബോണ്ട് എന്താൽപ്പി നിങ്ങൾക്ക് പോസിറ്റീവിലാണ് തരേണ്ടത്. നമുക്ക് പറയാം ബോണ്ട് എന്താൽപ്പി മിക്കവാറും പോസിറ്റീവിൽ തന്നെയാണ് തരിക, നമുക്ക് പോസിറ്റീവ് തന്നെയാണ് പഠിക്കാനുള്ളത്. എന്നാലും ഫോക്കസ് ചെയ്യുക, ബോണ്ട് എന്താൽപ്പി പോസിറ്റീവ് തന്നാൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്താ? ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. ഇനി അഥവാ ബോണ്ട് എന്താൽപ്പി നെഗറ്റീവ് തന്നാൽ ഒരു ടെൻഷൻ വേണ്ട, ദ സെയിം വാല്യൂ പോസിറ്റീവിൽ എടുത്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. നമുക്കിനി പഠിക്കാനുള്ള സിമ്പിളായിട്ടുള്ള എന്താൽപ്പിയാണ് ഹൈഡ്രേഷൻ എന്താൽപ്പി, ലാറ്റിസ് എന്താൽപ്പി, സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ. ഹൈഡ്രേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ 1 മോൾ സബ്സ്റ്റൻസിന് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്താൽപ്പിയാണ്. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിനെ അട്രാക്ട് ചെയ്യലാണ്. അതുകൊണ്ട് എല്ലാ ഹൈഡ്രേഷനും എക്സോതെർമിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹൈഡ്രേഷൻ എന്താൽപ്പി നെഗറ്റീവ് വാല്യൂ മാത്രമേ കിട്ടുക. അവിടെ ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. ഇതിന് എക്സാമ്പിൾ ശ്രദ്ധിക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് സോളിഡ് ആണ്. ഇത് ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ കോപ്പർ സൾഫേറ്റ് ഡോട്ട് 5H2O എന്ന് എഴുതും. സ്റ്റിൽ ഇത് സോളിഡ് തന്നെയാണ്. ഒരു സോളിഡിന് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ H+ എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട്. ഇത് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ അത് H+ എന്ന് പറഞ്ഞ അക്വസ് ആവും. അപ്പോൾ ഒരു സോളിഡിന് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന സോളിഡ് ആണെങ്കിലും ഒരു ഗ്യാസിന് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന അക്വസ് ആണ്.
പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ലിക്വിഡിന് ഹൈഡ്രേഷൻ പ്രോസസ് ഇല്ല. ലിക്വിഡും വാട്ടറും ആകുമ്പോൾ അതിൽ ഹൈഡ്രേഷൻ പ്രോസസ് ഇല്ല. സോളിഡിനും ഗ്യാസിനുമാണ്. ഈ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഹൈഡ്രേഷൻ എൻതാൽപ്പി എല്ലാവർക്കും നെഗറ്റീവാണ്, കാരണം എല്ലാ ഹൈഡ്രേഷനും എക്സോതെർമിക് ആണ്. ഇനി നമുക്ക് പഠിക്കണം ലാറ്റിസ് എൻതാൽപ്പി. ഇത് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. 1 മോള് സോളിഡായ അയോണിക് കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്വന്റ് ഗ്യാഷ്യസ് അയോണാക്കി മാറ്റുമ്പോൾ അതാണ് ലാറ്റിസ് എൻതാൽപ്പി. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് ലാറ്റിസ് എൻതാൽപ്പി പോസിറ്റീവാണ്. ഇതേ റിയാക്ഷൻ തിരിച്ചു പറയാം. 1 മോൾ സോൾഡ് അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുക ബൈ കമ്പൈനിങ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസ്, അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി നെഗറ്റീവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ലാറ്റിസ് എൻതാൽപ്പിയാണ്. രണ്ട് രീതിയിൽ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി പറയാം. അത് അയണിക് കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലും പറയാം, അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന രീതിയിലും പറയാം. ഇതിനോട് കണക്ട് നമ്മൾ പഠിക്കാൻ പോവാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എ ബി എന്ന സോളിഡ് വെള്ളത്തിലിട്ടു, എ പ്ലസ് അക്വസും ബി മൈനസ് അക്വസും ആയി. ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ സോൾ H0 അത് ലയിച്ചു പോയി. ആക്ച്വലി ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഈ എ ബി സോൾഡ് പൊട്ടിയിട്ട് എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ഫോം ചെയ്യുന്നു. എന്നിട്ട് ഈ എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ആണ് എ പ്ലസ് അക്വസും ബി മൈനസ് അക്വസും ആവണത്. നിങ്ങൾക്ക് പറയാൻ പറ്റും എ ബി സോളിഡ് എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ആകുന്നതാണ് ലാറ്റിസ് എൻതാൽപ്പി. ഇങ്ങോട്ട് പോകുന്നതാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇവിടെ നമുക്ക് ഹെസസ് ലോ അപ്ലൈ ചെയ്യാം. ഹെസസ് ലോ പ്രകാരം ഒരു സൊല്യൂഷൻ്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ആയിരിക്കും. ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള വെരി വെരി ഇമ്പോർട്ടൻറ്റ് എൻതാൽപ്പി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. ന്യൂട്രലൈസേഷൻ എന്ന പ്രോസസ്സ് ആസിഡും ബേസും ഉള്ള റിയാക്ഷനാണ്. ഇവിടെ നിങ്ങൾ ഡെഫിനിഷൻ ശ്രദ്ധിക്കണം. ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ അത് രണ്ടും 1 ഈക്വലൻ്റ് ആവണം എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ഡെഫിനിഷനിൽ 1 മോളാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ 1 ഈക്വലൻ്റ് ആവണം. ഇങ്ങനെ പറയാൻ കാരണം രണ്ടാളുകൾ റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ നമ്പർ ഓഫ് മോൾ സെയിം ആവണമെന്നില്ല, പക്ഷേ അവരുടെ നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് 1 ഈക്വലൻ്റ് ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ റിയാക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആണ്. ഇത് 1 മോൾ എന്ന് പറഞ്ഞാൽ 1 ഈക്വലൻ്റ് ആണ്, കാരണം ഇതിൻ്റെ വാലൻസി 1 ആണ്, ഇതിൻ്റെ വാലൻസി 1 ആണ്. സോ ഇത് 1 മോളും ആണ്, 1 ഈക്വലൻ്റ് ആണ്. സോ നമ്മൾ ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, H2SO4 1 മോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വലൻ്റ് ആണ്, കാരണം ഇതിൻ്റെ വാലൻസി 2 ആണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഹാഫ് മോൾ എടുക്കണം, അപ്പോഴേ അത് 1 ഈക്വലൻ്റ് ആവുള്ളൂ. ഇത് പിന്നെ 1 മോൾ എന്ന് പറഞ്ഞാൽ 1 ഈക്വലൻ്റ് ആയതുകൊണ്ട് അത് മതി. അപ്പോൾ ഇത് ഹാഫും ഇത് 1 ആണെങ്കിൽ ഇത് ഹാഫ് മോൾ ഉണ്ടാവും, ഇത് 1 മോൾ ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും നമ്പർ ഓഫ് ഈക്വലൻസ് 1 വരുന്ന രീതിയിൽ ബാലൻസ് ചെയ്യണം, അപ്പോഴേ അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ആവുള്ളൂ. ഇനി ശ്രദ്ധിക്കണം, ഈ ന്യൂട്രലൈസേഷനിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആസിഡും ബേസും കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യണം ടു H പ്ലസ് ആൻഡ് OH മൈനസ്. അത് കംപ്ലീറ്റ് H പ്ലസും OH മൈനസ് ആയിട്ട് മാറണം. രണ്ടാം സ്റ്റെപ്പ് ഈ H പ്ലസും OH മൈനസും കൂടി ചേർന്നിട്ടാണ് H2O ലിക്വിഡ് ഉണ്ടാവുക. നമ്മളവിടെ H2O ലിക്വിഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. H പ്ലസും OH മൈനസ് ചേർന്നിട്ട് H2O ലിക്വിഡ് ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. HCl aqueous plus NaOH aqueous become NaCl solid plus H2O liquid. ഇത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H പ്ലസ് അക്വസും Cl മൈനസ് അക്വസും കിട്ടും. ഇത് കംപ്ലീറ്റ് പൊട്ടിയിട്ട് Na പ്ലസ് അക്വസും OH മൈനസ് അക്വസും കിട്ടും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആസിഡും ബേസും കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ
ഇതിലുള്ള H+ അക്വസും OH- അക്വസും ചേർന്നിട്ട് H2O ലിക്വിഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി സാൾട്ട് ഉണ്ടാവും, അത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ശ്രദ്ധിക്കണം, HCl ഒരു സ്ട്രോങ് ആസിഡാണ്. സ്ട്രോങ് ആസിഡ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യിക്കാൻ നമുക്ക് എനർജി ചിലവാകുന്നില്ല. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യിക്കാനും എനർജി ചിലവാകില്ല. H+ അക്വസും OH- അക്വസും ചേർന്ന് H2O ലിക്വിഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എനർജി ഫിക്സറാണ്, -57.1 കിലോ ജൂളാണ്. അപ്പോൾ SSO പ്രകാരം ഇത് മൂന്നും കൂട്ടുമ്പോഴാണല്ലോ ഇത് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡും ബേസും സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി -57.1 കിലോ ജൂൾ ആണ് എന്ന് പറയാൻ പറ്റും. ഇതിനെ യൂണിറ്റ് മാറ്റുമ്പോൾ -13.7 കിലോ കലോറി എന്നും പറയാം. ഇങ്ങനൊരു വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് പഠിക്കാൻ പറ്റും. ആർക്ക്? സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസുമാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ. ഇനി ചിന്തിക്കുക, ഇതിന് പകരം ഒരു വീക്ക് ആസിഡ് വന്നാൽ അതിനെ ഡിസോസിയേറ്റ് ചെയ്യിക്കാൻ നമുക്ക് എനർജി ചിലവാകും. അപ്പോൾ ഒരിക്കലും ഈ -57.1 അവിടെ കിട്ടൂല. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? ആസ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ഓർ ബേസ് ഡിക്രീസ്, ആസിഡിൻ്റെയോ ബേസിൻ്റെയോ സ്ട്രെങ്ത് കുറയുന്നതിനനുസരിച്ച് ന്യൂട്രലൈസേഷൻ എൻതാൽപ്പിയും കുറയും. ഈ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കാൻ ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്നുണ്ട് Ka or Kb. K എന്ന് പറയുമ്പോൾ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്, Kb എന്ന് പറയുമ്പോൾ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്. ഇത് കുറയുന്നതിനനുസരിച്ച് ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി കുറയുന്നു എന്ന് പഠിക്കാം. ശരിക്ക് കുറയുന്നു എന്നതിനേക്കാളും നല്ല വാക്ക് ലെസ് നെഗറ്റീവ് ആകുന്നു എന്നാണ്. കാരണം ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി നെഗറ്റീവ് ആയതുകൊണ്ട് അത് കുറയാന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലെസ് നെഗറ്റീവ് ആവുക എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും രണ്ട് സ്ട്രോങ് ആവണം. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ഈ വാല്യൂ ഫിക്സറാണ്. അതിലേതെങ്കിലും ഒന്ന് വീക്കായാൽ ആ വാല്യൂ കുറയും. രണ്ടും വീക്കാണെങ്കിൽ ആ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ബേസിൽ ഞാനൊരു ഇക്വേഷൻ പറയും. ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് കിട്ടണമെങ്കിൽ ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ±57.1 കിലോ ജൂളാണ്. കാരണം SSO പ്രകാരം ഇത് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ആണ്, ഇത് ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ആണ്. സോ SSO പ്രകാരം ന്യൂട്രലൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ഈക്വൽ ടു ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് +-57.1 കിലോ ജൂൾ. അപ്പോൾ ഇനി പഠിക്കാനുള്ള സെക്ഷനാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയി നടക്കുക എന്ന് പറയുമ്പോൾ പുറമെ നിന്ന് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ലാതെ നടക്കുകയാണ്. ഇറ്റ് അണ്ടർഗോ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ്. പുറമെ നിന്നൊരു ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ പ്രോസസ്സ് സ്വയം നടക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സ് നമുക്ക് നാച്ചുറൽ പ്രോസസ്സ് എന്ന് വിളിക്കാൻ പറ്റും. എല്ലാ നാച്ചുറൽ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആകുന്നത് എന്ന റീസൺ ആണ് ചെക്ക് ചെയ്യണത്. റീസൺ ഫോർ സ്പോണ്ടേനിറ്റി രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി. ഏതൊരു സിസ്റ്റവും തൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ ശ്രമിക്കും. ഒരു സിസ്റ്റത്തിന് തൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടണമെങ്കിൽ അതിൻ്റെ എനർജി കുറയ്ക്കേണ്ടി വരും. എനർജി കുറയ്ക്കണമെങ്കിൽ എനർജി റിലീസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രോസസ്സ് എക്സോതെർമിക് ആണ്. ഒരു പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ ΔH =നെഗറ്റീവ്. അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്കലി പറയാം, ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ അതിൻ്റെ ΔH എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ കാരണമാണ് ടു ഇൻക്രീസ് ഡിസോർഡർനെസ്. ഏതൊരു സിസ്റ്റവും തൻ്റെ ഡിസ്ഓർഡർനെസ് കൂട്ടാനാണ് ശ്രമിക്കുക. ഒരു സിസ്റ്റം ഒരിക്കലും സ്വയം ഓർഡറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കണില്ല, അത് ഡിസോർഡറായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഡിസോർഡർനെസ് കൂടുന്നു എന്ന് പറയാൻ പറ്റും ഡ്യൂറിങ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്യാണ്. അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുന്നു.
സിമ്പിൾ എക്സാമ്പിൾ, ഇന്റർ മിക്സിംഗ് ഓഫ് ഗ്യാസസ്. ഗ്യാസുകൾ പരസ്പരം മിക്സ് ആവുക. ഒരു ബീക്കറിൽ വ്യത്യസ്ത ഗ്യാസ് എടുത്താൽ ആ ഗ്യാസുകൾ പരസ്പരം മിക്സ് ആവും. ഇവർ പരസ്പരം മിക്സ് ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഓർഡർ ആവാണോ ഡിസോർഡർ ആവാണോ ചെയ്യുക? അത് ഡിസോർഡർ ആവാണ് ചെയ്യുക. അപ്പൊ ഗ്യാസുകൾ സ്വയം മിക്സ് ആയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസോർഡർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഡിസോർഡർനെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തെർമോഡൈനാമിക്കൽ ടേം ആണ് എൻട്രോപ്പി. എൻട്രോപ്പിന്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസ്ഓർഡർനെസ് ഓർ റാൻഡംനെസ് ആണ്. ഒരു സിസ്റ്റം എത്രത്തോളം റാൻഡം ആണ്, എത്രത്തോളം ഡിസോർഡർ ആണ് എന്ന് പറയുന്ന തെർമോഡൈനാമിക്കൽ ടേം ആണ് എൻട്രോപ്പി. നമുക്കിതിൻ്റെ കൂടെ പറയാം, ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഡിസോർഡർനെസ് കൂടും. ഈ ഡിസോർഡർനെസ്സിൻ്റെ അളവാണല്ലോ എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പി കൂടും എന്നുറപ്പാണ്. ഡെൽറ്റ എസ് വിൽ ബി പോസിറ്റീവ്. ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഒന്നുകിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആവണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. രണ്ടും കൂടി സംഭവിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാതെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് സംഭവിക്കില്ല. വേണമെങ്കിൽ രണ്ടും ആവാം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവാം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവാം. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഞാൻ എൻട്രോപ്പിയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഡെൽറ്റ എസ് ഇൻ ഡിഫറെന്റ് പ്രോസസ്. സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു. ഈ സമയത്തെല്ലാം എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറാതെ എണ്ണം കൂടുകയാണ്. നമ്പർ ഓഫ് മോൾ കൂടുമ്പോഴും എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറാതെ ടെമ്പറേച്ചർ ചേഞ്ച് വന്നാൽ ഇൻക്രീസ് ചെയ്താൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുക. ഇതെല്ലാം റിയാക്ഷൻ സൈഡിൽ നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻട്രോപ്പി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഡെൽറ്റ എസ് ഈക്വൽ ടു നമുക്ക് പഠിക്കാം ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. പക്ഷേ ഒരു പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടത്തുന്നതെങ്കിൽ ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ പി ബൈ ടി എന്ന് എഴുതാം. ഈ ക്യൂ പിയെ നമ്മൾ മുമ്പ് വിളിച്ചിട്ടുണ്ട് ഡെൽറ്റ എച്ച് ബൈ ടി. അപ്പോൾ ഡെൽറ്റ എസ് കാണാൻ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. അത് ഡെൽറ്റ എച്ച് ബൈ ടി ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ആണ്. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എൻട്രോപ്പിക്ക് യൂണിറ്റ് പറയാൻ പറ്റും. ഡെൽറ്റ എച്ചിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ പെർ മോൾ ആയിരുന്നു. ഈ ജൂൾ പെർ മോളിൻ്റെ കൂടെ കെൽവിൻ ഇൻവേഴ്സും കൂടി ചേരുമ്പോൾ അത് ഡെൽറ്റ എസ് ആയി. ഇനി ശ്രദ്ധിക്കണം, ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്, ഐസോതെർമൽ പ്രോസസ്സാണ്. ഒരു പ്രോസസ് ഐസോതെർമൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ യു ഈക്വൽ ടു 0. ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണെങ്കിൽ ക്യൂ റിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് വർക്ക് റിവേഴ്സിബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ റിവേഴ്സിബിൾ ആയതുകൊണ്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഒരു പ്രോസസ് ഐസോതെർമൽ ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ആണ്. അതായത് ക്യൂ റിവേഴ്സിബിൾ മൈനസ് വർക്ക് റിവേഴ്സിബിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂ റിവേഴ്സിബിളിന് പകരം മൈനസ് വർക്ക് റിവേഴ്സിബിൾ എഴുതാം. ഡെൽറ്റ എസ് ഈക്വൽ ടു മൈനസ് വർക്ക് റിവേഴ്സിബിൾ ബൈ ടി. നമുക്ക് വർക്ക് റിവേഴ്സിബിൾ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. ഇനി നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. റിവേഴ്സിബിൾ വർക്ക് കാണാനുള്ള ഇക്വേഷൻ -2.303 NRT ലോഗ് വി എഫ് ബൈ വി ഐ ആണ്. ഇത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും 2.303. NRTയിലെ ടി കട്ട് ചെയ്ത് പോകും, ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. ലോഗ് വി എഫ് ബൈ വി ഐ.
വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ എൻട്രൻസ് ലെവലിൽ ഒരുപാട് എക്സാം ചോദിച്ചിട്ടുണ്ട്. എൻട്രോപ്പി ചേഞ്ച് കാണാൻ 2.303 NR log VF/VA. ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യണമെങ്കിൽ ഐസോതെർമൽ പ്രോസസ് ആവണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട അടുത്ത തെർമോഡൈനാമിക്കൽ പാരാമീറ്റർ ആണ് ഗിബ്സ് ഫ്രീ എനർജി. ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ എനർജിയെ നമുക്ക് വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ എനർജിയുടെ പേരാണ് ഗിബ്സ് ഫ്രീ എനർജി. ഇറ്റ് ഈസ് ദ എനർജി വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഫോർ യൂസ്ഫുൾ വർക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു യൂസ്ഫുൾ വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ് ഫ്രീ എനർജി എങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമ്പോൾ, ഒരു പ്രോസസ് സ്വയം നടക്കുമ്പോൾ ആ ഫ്രീ എനർജിയാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഡ്യൂറിങ് സ്പോണ്ടേനിയസ് പ്രോസസ് ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി കുറയും എന്നുറപ്പാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവാം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവാം. പക്ഷേ ഡെൽറ്റ ജി നെഗറ്റീവ് ആവാം എന്നുള്ളത് നിർബന്ധമാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിന്. ഈ ഡെൽറ്റ ജി എൻതാൽപ്പിയുമായിട്ടും എൻട്രോപ്പിയുമായിട്ടുള്ള ബന്ധമാണ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. പക്ഷെ ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആവണ ഇക്വേഷൻ പഠിക്കാനുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അത് കോൺസ്റ്റന്റ് ആയാലേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഡെൽറ്റ ജി കാണാനുള്ള വേറെ ഇക്വേഷൻ ഉണ്ട്, മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ. അതായത് ഡെൽറ്റ എസ് എന്ന് മാത്രം പറഞ്ഞാൽ അത് സിസ്റ്റത്തിന്റെ ചേഞ്ച് ആണ്. എന്നാൽ ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ അത് മൊത്തം ചേഞ്ച് ആണ്. ആ ഡെൽറ്റ എസ് ടോട്ടൽ കാണാൻ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്. ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാവണം. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ആണ് തരുന്നതെങ്കിൽ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ. സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ആണെങ്കിൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കെങ്കിൽ പോലും ഈ ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഇനി ഒരു പ്രോസസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താൽ, ഒരു പ്രോസസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താൽ നമുക്ക് എന്തൊക്കെയാ പറയാം, അതിൻ്റെ ഡെൽറ്റ ജി 0 ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഒരു പ്രോസസ്സിന്റെ ഡെൽറ്റ ജി 0 ആയാൽ നമുക്ക് ഉറപ്പിക്കാം ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണ്. ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണ്, ഡെൽറ്റ ജി 0 ആണ്. നമുക്ക് അതിന് കൂടെ പറയാൻ പറ്റും ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് 0 ആണ്. ഇത് അറേഞ്ച് ചെയ്താൽ നമുക്ക് ടെമ്പറേച്ചർ ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആണ്. ഞാനിതിന് ടി ഇ എന്ന് എഴുതുന്നുണ്ട്. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ, ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണല്ലോ. അതുകൊണ്ട് കണ്ടീഷൻസ് ഫോർ സ്പോണ്ടേനിറ്റി ഞാൻ ഈ ഇക്വേഷന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ പഠിക്കേണ്ട എത്ര മാത്രം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്നത് സ്പോണ്ടേനിയസിന്റെ കണ്ടീഷനാണ്. ഡെൽറ്റ എസ് പോസിറ്റീവ് എന്നതും സ്പോണ്ടേനിയസിന്റെ കണ്ടീഷനാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് അറ്റ് എനി ടെമ്പറേച്ചർ. ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് അറ്റ് എനി ടെമ്പറേച്ചർ. രണ്ടാമത്തെ കണ്ടീഷൻ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് ആൻഡ് ഡെൽറ്റ എസും നെഗറ്റീവ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ സ്പോണ്ടേനിയസ് അല്ല. അപ്പോൾ എല്ലാ സമയത്തും സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. നിങ്ങൾ പഠിക്കണം, ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതിന് ഡീറ്റെയിൽഡ് ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, പഠിച്ചു വെക്കുക. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസ് ആവും. ഈ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്തിനേക്കാളും ലോ, അത് ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനേക്കാളും ലോ. അപ്പൊ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതിന് കണക്കുണ്ട്, ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനേക്കാളും ലോ. ഇനി അടുത്ത കേസ്,
ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്, ഡെൽറ്റ എസും പോസിറ്റീവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ സ്പോണ്ടേനിയസുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷനെ വന്നിട്ടുള്ളൂ. രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ അത് എപ്പോഴും സ്പോണ്ടേനിയസ് ആകണില്ല. ഇത് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു കണക്കുണ്ട്, ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ. ഈ 3 കണ്ടീഷൻ അല്ലാതെ ഒരു പ്രോസസ്സും സ്പോണ്ടേനിയസ് ആവില്ല. അപ്പൊ എങ്ങനെ പഠിക്കേണ്ടത്? ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, രണ്ടും സ്പോണ്ടേനിയസിന്റെ കണ്ടീഷൻ വന്നാൽ എല്ലാ ടെമ്പറേച്ചറും സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ടെമ്പറേച്ചർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പഠിക്കാനുള്ള ടെക്നിക്ക്, രണ്ടും നെഗറ്റീവ് ആവുമ്പോഴല്ലോ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് പഠിക്കുക, രണ്ടും നെഗറ്റീവ് ആവുമ്പോഴല്ലോ, രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ ഹൈ. ഇത്രയാണ് നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.